ജെഎസ് നേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിൽ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരിക്ക് കൃഷി ചെയ്യുന്ന സമയത്ത് പ്രധാനമായും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇല മുരടിച്ചു പോകുക എന്നത്. ഏകദേശം പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി ചെടിയൊക്കെ കുറച്ച് വലുതായി ഏകദേശം ഒരു ബ്രാഞ്ചൊക്കെ പൊട്ടുന്ന സമയം, ബ്രാഞ്ചൊക്കെ പുതുതായി കമ്പുകളൊക്കെ മുളക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നങ്ങൾ കൂടുതലായും അനുഭവപ്പെടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കാന്താരി അല്ലെങ്കിൽ പച്ചമുളകിന് എങ്ങനെയാണ് പരിചരണം കൊടുക്കേണ്ടത്, അത് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ജേസൻ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ വീട്ടിലാണ് കാന്താരി അല്ലെങ്കിൽ പച്ചമുളകൊക്കെ ഉണ്ടാക്കുന്നത് എങ്കിൽ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഇത് വെക്കാൻ നോക്കാം. മണ്ണിലും വെക്കാം, അതുപോലെ തന്നെ നമുക്ക് ഗ്രോ ബാഗിലും ഇത് വെക്കാവുന്നതാണ്. നമ്മൾ തൈ മാറ്റി വെച്ചതിന് ശേഷം ഓരോ 20 ദിവസത്തെ ഇടവേളകളിൽ നമുക്ക് ചാണകം കൊടുക്കാം. ചാണകപ്പൊടി അല്ലെങ്കിൽ ചാണക സ്ലറി രൂപത്തിലാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. മാത്രമല്ല നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റൊക്കെ, നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റൊക്കെ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ചൊക്കെ വളർച്ചയെത്തി ഏകദേശം ബ്രാഞ്ചും പുതിയ ചില്ലകളൊക്കെ പൊട്ടി തുടങ്ങുന്ന സമയത്താണ് കാര്യമായിട്ടും ഇതിൽ നിന്ന് ഇല മുരടിച്ചു പോകുന്ന സ്വഭാവം കണ്ടുവരുന്നത്. ഇതിൻ്റെ ഒരു ഈ ഒരു പ്ലാന്റിന് ഈ ഒരു അവസ്ഥ വരാൻ കാരണം കാൽസ്യത്തിൻ്റെ കമ്മി കൊണ്ടാണ് ഈ ഒരു പ്ലാന്റിന് ഈ ഒരു മുരടിപ്പ് രോഗം സാധാരണയായി കണ്ടുവരുന്നത്. അതിന് നമ്മൾ അങ്ങനെ ഈ ഒരു ബ്രാഞ്ചൊക്കെ പൊട്ടി തുടങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീട്ടിലുണ്ടാകുന്ന കുമ്മായത്തിൻ്റെ പൊടി അല്ലെങ്കിൽ മുട്ടത്തോട് ഇതിലൊക്കെ നന്നായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ 15 ദിവസത്തിൻ്റെ ഇടവേളകളും ഇത് മാറി മാറി ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമുക്ക് ആ ഒരു പ്രശ്നം, ഈ ഒരു മുരടിപ്പിൻ്റെ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു നുള്ള് 2 നുള്ളൊക്കെ മാത്രം മതി ഒരു പ്ലാന്റിന് അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക്. അതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കുറച്ച് ചെടിയിൽ നിന്ന് വിട്ട് മാറിയിട്ട് മാത്രമേ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് ഒരു 15 ദിവസം നമ്മൾ കുമ്മായമാണ് ഇട്ട് കൊടുത്തതെങ്കിൽ അടുത്ത 15 ദിവസത്തേക്ക് നമുക്ക് ചാരം ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ മാറ്റി മാറ്റി ഇത് രണ്ടും നമുക്ക് ഈ ഒരു പ്ലാന്റുകൾക്ക് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല മുരടിച്ചു പോയ ഒരു കാന്താരി അല്ലെങ്കിൽ മുളക് ചെടിയാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് ഈ മുരടിപ്പ് മാറാനായിട്ട് നമ്മൾ ആ ഒരു മുരടിച്ച ഭാഗത്തിൻ്റെ ഇലകളെല്ലാം നുള്ളിക്കളഞ്ഞതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ കുമ്മായം അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വേപ്പെണ്ണയും കൂടി ചേർത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടിയിൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ചെടിയുടെ മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ഒരു 2-3 തവണയെങ്കിലും തുടർന്നാൽ മാത്രമേ പുതുതായി വരുന്ന ഇലകൾ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ട് വരികയുള്ളൂ. ഇനി ഇങ്ങനെ ബ്രാഞ്ചൊക്കെ വരുന്ന ആ ഒരു സമയം മുതൽ നമുക്ക് ഈ ഒരു ചെടിക്ക് പൂക്കാനും അതുപോലെ തന്നെ കായ്ക്കാനുമുള്ള വളങ്ങൾ കൊടുത്തു തുടങ്ങണം. അതിനായിട്ട് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ കടല പിണ്ണാക്ക് തുടങ്ങിയൊക്കെ പുളിപ്പിച്ച് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വേപ്പിൻ പിണ്ണാക്കൊക്കെ നേരിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്ലറി രൂപത്തിലായിട്ട് 15 ദിവസം ഇടവേളകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ധാരാളം അതിൽ നിന്ന് മുളക് എടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കാന്താരിയിൽ നിന്നും പച്ചമുളകിൽ നിന്നൊക്കെ ധാരാളമായിട്ട് കായ്കൾ കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു പൂക്കുന്ന സമയത്ത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 സ്പൂൺ തൈരും അതുപോലെ തന്നെ അതിലേക്ക് പാൽക്കായും കൂടി ലയിപ്പിച്ചതിന് ശേഷം ഈ ഒരു ചെടിയുടെ മുഴുവൻ ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുത്താൽ എല്ലാം നന്നായിട്ട് പൂക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എല്ലാ പൂക്കളിൽ നിന്നും നമുക്ക് കായ്കൾ കിട്ടുകയും ചെയ്യും. ഈ ഒരു കായം ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്നും അത് ഈ ഒരു വെള്ളത്തിൽ ലയിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വെള്ളം നന്നായിട്ട് ക്ഷയിക്കണം. അതിനുശേഷം മാത്രമേ സ്പ്രേ ചെയ്യാവൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ 15 ദിവസത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ 20 ദിവസം കൂടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായ ഇടവേള ചെയ്ത് കൊടുത്താൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് കാന്താരി അതുപോലെ തന്നെ പച്ചമുളകിൽ നിന്നൊക്കെ ധാരാളമായിട്ട് വിളവെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ.